ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിഫ്റ്റി ഫ്യൂച്ചറിൽ ഞാൻ 3 എൻട്രികൾ എടുത്തിരുന്നു. 3 സെൽ സൈഡ് എൻട്രികളാണ്. സോ ഈ ട്രേഡുകൾ എടുക്കാണ്ടായിരുന്ന റീസണും മറ്റു ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഈ ചാർട്ടിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ലെവലുകളൊക്കെ തന്നെ ഈ ഒരു ലെവല് ഇത് നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് മാർക്ക് ചെയ്ത വെച്ച ഇമ്പോർട്ടൻറ്റ് ലെവലുകളാണ്. അപ്പോൾ ഇത് മാർക്ക് ചെയ്യാനുള്ള കാരണം സിമ്പിൾ പ്രൈസ് ആക്ഷൻ വെച്ച് ഇപ്പോൾ ഇന്നലെ കണ്ടില്ല, മാർക്കറ്റ് ഇവിടുന്ന് ഒരു 250 പോയിൻറ്റോളം മൂവ്മെൻറ്റ് തന്നൊരു ഏരിയ സപ്പോർട്ട് എടുത്ത്. അപ്പോൾ ആ സപ്പോർട്ട് ഇന്നലെ ഉച്ചയ്ക്ക് ബ്രേക്കിങ് ചെയ്തു. അപ്പോൾ ഇത് ഞാൻ പ്രൈസ് ആക്ഷൻ വെച്ച് മാർക്ക് ചെയ്തൊരു ലെവലാണ്. അതേപോലെ ഇത് പ്രീവിയസ് ഡേ ഹൈ, ഇങ്ങനെ സിമ്പിൾ പ്രൈസ് ആക്ഷൻ വെച്ച് മാർക്ക് ചെയ്ത ലെവലുകളാണ് ഇതൊക്കെ. അപ്പോൾ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തത് നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു റെസിസ്റ്റൻസിന് താഴെയാണ്. ഈ ഒരു റെസിസ്റ്റൻസിന് താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് ഇവിടെ നിന്നൊരു സെൽ എൻട്രി വേണമെങ്കിൽ എടുക്കാമായിരുന്നു. കാരണം ഇവിടെ നല്ല രീതിയിൽ സെല്ലിംഗ് പ്രഷർ കാണുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പെർഫെക്റ്റ് സ്റ്റോപ്പ് ലോസ് വെക്കാനുള്ള ഒരു പ്ലേസ് ഈ ഒരു ഇത്ര ഏരിയയിൽ എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നൊരു സെൽ എൻട്രി പ്ലേസ് ചെയ്യാത്തത്. സോ അത് കഴിഞ്ഞ് നമ്മൾ നല്ല പെർഫെക്റ്റ് ഒരു എൻട്രി കിട്ടുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്യുക ചെയ്തത്. അങ്ങനെ മാർക്കറ്റ് ഇതാണ് നമ്മൾ മാർക്ക് ചെയ്ത പ്രീവിയസ് ഡേ ലോ. ഈ പ്രീവിയസ് ഡേ ലോ എത്തി അവിടെ നിന്ന് മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് വന്നു. ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ ഞാനൊരു അഗ്രസീവ് സ്കാൽപ്പിംഗ് എൻട്രിയാണ് എടുത്തത്. എടുക്കാനുള്ള ഒരു റേസ് എന്ന് വെച്ചാൽ നമുക്കറിയാം മാർക്കറ്റ് ഇപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു കറക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിൽ. സോ മാർക്കറ്റ് നല്ല രീതിയിൽ നെഗറ്റീവ് ട്രെൻഡുമാണ്. അപ്പോൾ ഈ ഒരു പ്രീവിയസ് ഡേ ലോ ബ്രേക്ക് ചെയ്ത സമയത്ത് നമ്മൾ ഓർഡർ ഫ്ലോയിൽ നോക്കുന്ന സമയത്ത് ഇതാണ് ആ ഒരു ക്യാൻഡിൻ്റെ ബ്രേക്ക് ഔട്ട് നടന്നൊരു ക്യാൻഡിൻ്റെ ഇത് കണ്ടില്ലേ? ഇതാണ് നമ്മൾ ആ ബ്രേക്ക് ഔട്ട് നടന്ന ക്യാൻഡിൽ. ഈ ക്യാൻഡിലുകളുടെ ഇംബാലൻസുകൾ കണ്ടോ? എത്രത്തോളം സെല്ലേഴ്സ് സ്ട്രോങ് ആണെന്ന് കാണിക്കുന്നതാണ്. സോ ഈ ഒരു ഇംബാലൻസ് കണ്ട സമയത്ത്, ഇത്രയും സെല്ലേഴ്സ് സ്ട്രോങ് ആണെന്ന് കണ്ട സമയത്താണ് ഞാൻ ഇവിടെ ഒരു സ്കാൽപ്പ് എൻട്രിയാണ് ഞാൻ എടുത്തത്. ജസ്റ്റ് ഒരു സ്കാൽപ്പ് എൻട്രി എടുത്തു. ആ എൻ്റെ അടുത്ത് ഞാൻ ഓൾമോസ്റ്റ് ഇവിടെ ഈ റിജക്ഷൻ കണ്ടപ്പോൾ ഞാൻ ബുക്കും ചെയ്തു. അതിനുള്ളൊരു കാരണം ഒന്നാമത് ഞാൻ എടുത്തത് ഒരു സ്കാൽപ്പ് എൻട്രിയാണ്. സോ എനിക്ക് അധികം മാർക്കറ്റിൽ നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ പോരാത്തതിലും ആ ഒരു ഏരിയയിലെത്തിയ സമയത്ത് ഇവിടെ കണ്ടില്ലേ മാർക്കറ്റിൽ ലിമിറ്റ് ബയ്യേഴ്സ് വന്നത്. ഇതൊക്കെ ലിമിറ്റ് ബയ്യേഴ്സാണ്. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി കണ്ടപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്തത്. സോ അതായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ ഫേഡ്. ഈ ലിമിറ്റ് ബയ്യേഴ്സ് വന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള സപ്പോർട്ടിൻ്റെ അടുത്ത് കൂടെയാണ്. സോ അവിടെ നിന്ന് ഞാൻ എക്സിറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ ട്രേഡ് ഓൾമോസ്റ്റ് ഇവിടെ നിന്നായിരുന്നു. ഓൾമോസ്റ്റ് ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഫസ്റ്റ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്ന ഏരിയ ഈ ഒരു ഏരിയ ആയിരുന്നു. മാർക്കറ്റ് ഒന്ന് താഴ്ന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റോപ്പ് ലോസ് കുറച്ച് ഈ ഒരു ഡോജി ക്യാൻഡിലിൻ്റെ മുകളിലേക്ക് സ്റ്റോപ്പ് ലോസ് മാറ്റേണ്ടി ചെയ്തു. ഇവിടെ എത്തിയ സമയത്ത് ഞാൻ ബുക്കും ചെയ്തു. കാരണം സ്കാൽപ്പ് എൻട്രിയാണ്. അടുത്തൊരു ട്രേഡ് ഞാൻ എടുത്തത് ഈ ഒരു ക്യാൻഡിലിനാണ്. ഈ ഒരു റെഡ് ക്യാൻഡിൽ ഇതിൻ്റെ താഴെ ക്രോസ് ചെയ്ത സമയത്ത് ഇവിടെ നിന്നാണ് ഞാൻ എൻട്രി എടുത്തത്. ഫസ്റ്റ് ഞാൻ സ്റ്റോപ്പ് ലോസ് ഈ ഏരിയയിലും രണ്ടാമത് സ്റ്റോപ്പ് ലോസ് ഞാൻ ട്രേഡ് ചെയ്ത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ടോപ്പിലേക്ക് കൊണ്ടുവച്ചു. ഇതെടുക്കാനുള്ള റീസണും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്നതാണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും. കാരണം ഇതൊരു സിമ്പിളാണ്. ഇതൊരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു, തിരിച്ച് റീടെസ്റ്റ് എടുത്തു. അപ്പോൾ ഇവിടെ എന്താണോ
ഓർഡർ ഫ്ലോയിൽ നടക്കുന്ന ആക്ഷൻ എന്ന് നോക്കി അത് വെച്ചിട്ടാണ് ഞാനിവിടെ ട്രേഡ് എടുത്തത്. സോ ഓർഡർ ഫ്ലോ നോക്കുന്ന സമയത്ത് ഇതാണ് ആ ഏരിയ. ഇതിൽ വന്ന് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ലിമിറ്റ് സെല്ലേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് അതിന് ശേഷം വന്ന ഈ ഒരു ക്യാൻഡിൽ ഉണ്ടാവുക. ഈ ഒരു റെഡ് ക്യാൻഡിലാണ് എൻ്റെ ഞാൻ പ്ലേസ് ചെയ്തത്. ഈ ഒരു റെഡ് ക്യാൻഡിൽ, ഈ റെഡ് ക്യാൻഡിൽ ഇവിടെ ബ്രേക്ക് ഔട്ട് വന്ന സമയത്ത് അത് പ്ലേസ് ചെയ്യാനുള്ള കാരണം ഇവിടെയും അത്യാവശ്യം ഈ ഒരു ഏരിയയിലൊക്കെ കണ്ടിൻ്റെ ലിമിറ്റ് സെല്ലേഴ്സ്, അതായത് സെല്ലിങ് പ്രഷർ അവിടെ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഒരു സെക്കൻഡ് എൻട്രി ഞാൻ ഇവിടെ നിന്നാണ് ഞാൻ സെക്കൻഡ് എൻട്രി പ്ലേസ് ചെയ്തു. ഞാൻ ഇവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെച്ചത്. അത് ഒരു 15-20 മിനിറ്റ് കൊണ്ട് അത് സ്റ്റോപ്പ് ലോസ് ഏകദേശം ഹിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ അടുത്തൊരു എൻട്രി ഞാൻ പ്ലേസ് ചെയ്തത് ഈ ഒരു ക്യാൻഡിലാണ്. ഈ ഒരു ക്യാൻഡിൽസ് കാരണം ഇത് നമുക്കറിയാം ഓൾറെഡി ഇവിടെ നല്ല രീതിയിലുള്ളൊരു സെല്ലിങ് പ്രഷർ ഉണ്ട്. അപ്പോൾ ഓൾറെഡി ഇത് അന്ന് ഒരു വട്ടം റെസിസ്റ്റൻസ് ൻ്റെ അടുത്ത് വന്നു, റിവേഴ്സിൽ വന്നു. രണ്ടാമത്തെ വട്ടം റെസിസ്റ്റൻസിൻ്റെ അടുത്ത് വന്നു. ഈ റിവേഴ്സിൽ വന്ന് ഈ ഒരു റെഡ് ക്യാൻഡിലിൽ ഇവിടെ ഞാൻ വരയ്ക്കുന്ന ഈ ഒരു റെഡ് ക്യാൻഡിലിന് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു സെല്ലിങ് പ്രഷർ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് വീണ്ടും ഒരു സെല്ലിങ് ഒരു നിഫ്റ്റി ഫ്യൂച്ചറിന് ഞാൻ ഇവിടെ നിന്ന് ഒരു സെല്ലിങ് ഓർഡർ പ്ലേസ് ചെയ്തത്. അത് ഓർഡർ ഫ്ലോയിൽ കാണിച്ചു തരാം. ആ ക്യാൻഡിൽ ഇതാണ്, ആ ക്യാൻഡിൽ, ആ ചെറിയൊരു ക്യാൻഡിൽ. അതിൽ ഇവിടെ വന്നിരിക്കുന്ന അതിൻ്റെ തൊട്ട് മേലുള്ള ഈ ക്യാൻഡിലുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെയും അത്യാവശ്യം ലിമിറ്റ് സെല്ലിംഗ് ഉണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറം ഉള്ള മുമ്പുള്ള ക്യാൻഡിലും ലിമിറ്റ് സെല്ലിംഗ് ക്യാൻഡിലുണ്ട്. സോ ഇതൊരു പെർഫെക്റ്റ് ബീറിഷ് ക്യാൻഡിലും കൂടിയാണ്. കാരണം ഇവിടെ നിന്ന് നല്ല രീതിയിലുള്ളൊരു ലിമിറ്റ് സെല്ലും അതേപോലെ മാർക്കറ്റ് സെല്ലും ഉണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഒരു സെക്കൻഡ് ഇവിടെ തേർഡ് എൻട്രി ഞാനിവിടെ ഇതിൻ്റെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഷോർട്ടിൽ സൈഡ് എൻട്രി പ്ലേസ് ചെയ്തു. ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് എടുത്തു. പിന്നെ മാർക്കറ്റ് മൊത്തത്തിലൊരു നെഗറ്റീവ് സെൻറ്റിമെൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മൂന്നാമതൊരു ട്രേഡ് എടുക്കാൻ കാരണം. അതിൻ്റെ ഫസ്റ്റത്തെ ഒരു 80% ക്വാണ്ടിറ്റീസ് ഞാൻ ഇവിടെ നിന്ന് ബുക്ക് ചെയ്തു. ബാക്കിയുള്ള ക്വാണ്ടിറ്റീസ് ഞാൻ ഇപ്പോഴും ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മൂന്നുമാണ് ഞാൻ ഇന്നെടുത്ത എൻ്റെ ട്രേഡുകൾ. ഇതുപോലെ നിങ്ങളൊരു ട്രേഡിങ്ങിനെ ഒരു സീരിയസ് ആയ ഒരു കരിയറായി കാണുന്നത്, സീരിയസ് ഒരു ബിസിനസ്സായി കാണുന്നുണ്ട്, ഒരു ട്രേഡിങ്ങിനെ സീരിയസ് ആയി കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ഫോളോ ചെയ്യാം. അതേപോലെ നിങ്ങളെ ട്രേഡിങ് മെച്ചപ്പെടുത്താനുള്ള അങ്ങോട്ടിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് ടെക്നിക്സും കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായി അറിയണമെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. എനിവേ, താങ്ക് യു ഗൈസ്.